അപ്പൊ ഈ പലരും മുടി മൊട്ടയടിച്ചൊക്കെ കളയാറുണ്ടല്ലോ കംപ്ലീറ്റ്ലി അല്ലേ? അങ്ങനെ മൊട്ടയടിച്ച് ഞാനൊരു വീഡിയോ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. പല സൈഡിൽ നിന്ന് മുടി ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കുട്ടി ഇങ്ങനെ വന്നിട്ടുള്ളതായിട്ട്. അത് ഒരു കുട്ടിയല്ല, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. ബാക്കിലൊക്കെ ബോയ് കട്ട് അടിച്ചിട്ട് ഇത്രയും ഭാഗം മാത്രം വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥ കൊണ്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെങ്കിൽ അവരുടെ ഭാഗത്തും കുറച്ചൊക്കെ ഉണ്ട്. നമ്മൾ മൊത്തത്തിൽ കുറ്റം പറയുന്നില്ല. പിന്നെ ഇവരങ്ങ് വിടും, മതി ഇനി വയ്യ, അവരങ്ങ് മടുക്കും അതിനോടങ്ങ്. കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഒക്കെ കൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് ആയിപ്പോവും. കണ്ടിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പല വീഡിയോസിലും കരയുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ, അങ്ങനെ അവരോട് ഭയങ്കരമായിട്ടുള്ള അവരുടെ സ്റ്റോറി കേട്ട് ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടോ? എനിക്ക് പെട്ടെന്ന് ഞാൻ കരയും. എനിക്ക് ചെറിയൊരു കാര്യം മതി, പെട്ടെന്ന് സങ്കടം വരും. പിന്നെ എന്താണ്, ഞാനില്ലേ ഒരു വ്യക്തി എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അവരായിട്ടങ്ങ് മാറും. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ പെട്ടെന്നങ്ങ്, എല്ലാവരും എൻ്റെ അടുത്ത് പറയും അത് ശരിയല്ല എന്ന്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കരയും, പെട്ടെന്ന് ഇമോഷണൽ ആവും, അങ്ങനത്തെ ഒരു ഇത്. അതെ. അപ്പോൾ ഇങ്ങനെ ഏറ്റവും സിവിയർ ആയിട്ട് കണ്ട ഒരു സ്റ്റേജ് ഏതായിരുന്നു? ആരുടേതായിരുന്നു? ഏറ്റവും സിവിയറായിട്ട് ഒരു 6 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ, അത് വീഡിയോ ഉണ്ട്. ഇവിടെ എല്ലാം അഴുകി പൊട്ടി, കഴുത്ത് മൊത്തത്തിൽ പിളർന്നു പോയൊരവസ്ഥ, അങ്ങനെ ആയിരുന്നു ഇരിക്കുന്നത്. പിന്നെ കാതെല്ലാം ഫുള്ള് ബ്ലാക്കായി, മൊത്തത്തിൽ ഇത്രയും ഭാഗം ആ കുഞ്ഞിൻ്റെ ബ്ലാക്കായി. അത് മൊത്തം ഇങ്ങനെ വല്ലാത്തൊരു കണ്ടീഷനായിരുന്നു. അച്ഛനില്ല അതിന്, അമ്മമ്മയെ ഏൽപ്പിച്ചേക്കുമായിരുന്നു. അമ്മ പോലീസിൻ്റെ ട്രെയിനിങ്ങിനൊക്കെ പോയേക്കുമായിരുന്നു. അമ്മമ്മ അറിയാമല്ലോ, പിള്ളേർ ഇരിക്കത്തില്ല, വയസ്സായവരാ, അങ്ങനെ ആയതാ. ഈ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇവർക്കും ഒരു സ്റ്റോറി കാണുമല്ലോ, ഇതിനപ്പുറം ഇവരെ മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നതൊക്കെ. അതാണ്, അത് ഭയങ്കര. അത് കേൾക്കുമ്പോൾ നമുക്ക്, ഒരു കുട്ടി മറ്റേ തൂങ്ങിയൊക്കെ ചാവാൻ പോയിട്ടാണ് കൊണ്ടുവന്നതോ? അത് എത്ര വയസ്സുള്ള കുട്ടിയോ? അത് 10-11 വയസ്സ്. ട്രിവാൻഡ്രത്തൂന്ന്. എന്തായിരുന്നു സ്റ്റോറി? അത് ഇത് തന്നെ, കളിയാക്കലും ഒക്കെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആദ്യം പറഞ്ഞായിരുന്നു. ഈ മോള് തന്നെ ഇതാക്കിയതായിരുന്നു. പക്ഷെ അവര് മതി, പേനല്ലേ. അതായത് വീട്ടിലെ അച്ഛന്മാരങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളത്തില്ല, അമ്മമാര് കാണുന്ന പോലെ ആയിരിക്കത്തില്ല. അപ്പൊ ഇതിനെന്തിനാ, ഇത് ചികിത്സിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മയും വഴക്ക് പറഞ്ഞു ഇവരെയൊക്കെ. പിന്നെ ഡോറ് തുറക്കാതൊക്കെ ആയപ്പം ഇങ്ങനെ കയറ് കെട്ടിയിട്ടൊക്കെ. അത്ര 11 വയസ്സുള്ള ഒരു മോളാത്. അതിനെ കൊണ്ടുവന്നു മൊത്തം ക്ലിയർ ആക്കി കൊടുത്തു.